നമസ്കാരം. യുദ്ധത്തിന്റെ തീയണഞ്ഞു, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന സമാധാനം വെറും ചാരം മാത്രം മൂടിയതും. ഇപ്പോൾ ലോകം നോക്കി നിൽക്കുന്നത് ഇസ്ലാമാബാദ് നഗരത്തിലേക്കാണ്. കാരണം അവിടെ നടക്കുന്ന സമാധാന ചർച്ചകൾ ഒരു കരാറിലേക്കോ അല്ലെങ്കിൽ വീണ്ടും രൂക്ഷമായ യുദ്ധത്തിലേക്കോ വഴിമാറാൻ പോവുകയാണ്. അമേരിക്കയും ഇറാനും വാക്കുകളിൽ സമാധാനം പറഞ്ഞാലും നിലപാടുകളിൽ യുദ്ധം തന്നെ തുടരുന്ന രണ്ട് ശക്തികൾ. ഒരു ഭാഗത്ത് അമേരിക്ക സീസ് ഫയർ നീട്ടി ചർച്ചകൾക്ക് സമയം കൊടുക്കുന്നു. പക്ഷേ അതേസമയം ഇറാന്റെ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം തുടരുകയാണ്. ഇത് സമാധാനത്തിലേക്കുള്ള ചുവടുവയ്പോ അല്ലെങ്കിൽ യുദ്ധത്തിന് മുന്നോടിയായ സമ്മർദ്ദ രാഷ്ട്രീയം? ഇറാന്റെ മറുപടി അതിലും ശക്തമാണ്. ഭീഷണിയുടെ കീഴിൽ നടക്കുന്ന ചർച്ചകൾ സറണ്ടർ അല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അവരുടെ നിലപാട്. അതായത് സമാധാന ടേബിളിൽ ഇരിക്കാനുള്ള തയ്യാറെടുപ്പ് പോലും ഒരു തന്ത്രപരമായ കണക്ക് മാത്രമാണെന്ന സൂചന. ഇപ്പോൾ ചോദ്യം, ഇത് ചർച്ചകളുടെ വേദിയാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ കൗണ്ട് ഡൗൺ സ്റ്റേജോ? കാരണം സ്ഥിതിഗതികൾ അതീവ ഗുരുതരമാണ്. അമേരിക്ക ഇറാനിയൻ കപ്പൽ പിടിച്ചെടുക്കുന്നു. ഇറാൻ അതിനെ കടൽ കള്ളക്കടത്ത് എന്ന് വിശേഷിപ്പിക്കുന്നു. തിരിച്ചടിക്ക് തയ്യാറാണെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതോടൊപ്പം ട്രംപിന്റെ കടുത്ത മുന്നറിയിപ്പ്, കരാർ അല്ലെങ്കിൽ ബോംബുകൾ മഴ പോലെ വീഴും. ഇത് സമാധാന ചർച്ചകളുടെ ഭാഷയാണ്, അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനത്തിന്റെ മുന്നേയുള്ള ശാന്തതയും. വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ യുദ്ധഭീഷണിയുമായി യുഎസും ഇറാനും നേർക്കുനേർ ഏറ്റുമുട്ടുകയാണ്.